നേരെ ഫഹദ് അകത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറയുന്നില്ലേ, നീ ഒരു സിനിമ ചെയ്യും, ഞാൻ അതിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ഓർഗനൈസ് ചെയ്യാം. എപ്പോഴും ഞാൻ വിചാരിച്ചിരുന്നത് ഷാൻ ഒരു ഉഗ്രൻ മേക്കറായിട്ട് വരും എന്നായിരുന്നു. കാരണം അത്ര ബ്രില്യൻ്റ് ആയിട്ട് അവൻ കഥകൾ പറയുമായിരുന്നു. പിന്നെയും കുറച്ചുകൂടെ ഒന്ന് ചുരുക്കാം എന്നൊക്കെ പ്ലാൻ ഇട്ടപ്പോൾ ദിലീപേട്ടൻ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് ആർക്കും വേണ്ടി ഞാൻ ചെയ്യുന്നതല്ല, ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾ വിട്. ആദ്യം അത് ദിലീപേട്ടൻ അത് കംഫർട്ടബിൾ ആയിരുന്നില്ല അങ്ങനെ ഒരു പാറ്റേൺ. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ എനിക്ക് ചെറിയ കൺഫ്യൂഷൻസ് വന്നു. അപ്പോൾ ഞാൻ രഞ്ജിട്ട് അതിനകത്ത് കുറച്ച് ക്ലാരിറ്റി വരാനുണ്ട്, ഇതാണ് നിൻ്റെ കുഴപ്പം, ഇനി നീ ക്ലാരിറ്റി പറഞ്ഞിട്ട് നീ ഇത് ലേറ്റ് ആക്കും. കാരണം ഞാൻ ചെയ്തൊരു പരസ്യം കണ്ടിട്ടാണ് രഞ്ജിയേട്ടൻ പറയുന്നത് അവനെ കൊണ്ട് സിനിമ ചെയ്യിപ്പിക്കുക. അങ്ങനെയാണ് രവിചേട്ടൻ എനിക്ക് അഡ്വാൻസ് ആയിട്ട് വരുന്നതും ഞാൻ ആ സിനിമ കമ്മിറ്റ് ചെയ്യുന്നു. മാസ് സിനിമയുടെ അല്ലെങ്കിൽ ക്രൗഡ് പുള്ളർ സിനിമയുടെ ഒരു ഫോർമാറ്റിലല്ല ഞാൻ അത് ആദ്യം കൺസീവ് ചെയ്തത്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. നമസ്കാരം. നമസ്കാരം. എനിക്കൊന്ന് ഏറ്റവും ഈ വർഷം തുടക്കം വളരെ വിനീതിൻ്റെ വർഷം കൂടിയാണ്. കാരണം എന്താ വെച്ചാൽ എനിക്കൊന്ന് ഈ സിനിമ റിലീസാകുമ്പോൾ ആഷിഖിൻ്റെ പടം റൈഫിൾ ഗ്രൂപ്പ് എന്ന് പറയുന്ന പടത്തിൻ്റെ മുണ്ടക്കയത്തെ ലൊക്കേഷനിലാണ് അല്ലേ. അത് കഴിഞ്ഞ് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഈ പടത്തിൻ്റെ വിശേഷങ്ങൾ അറിയുന്നു. ഈ പടം ഹിറ്റാണ്. നമ്മുടെ ഇലക്ഷൻ്റെ സമയത്താണ് ഇത് റിലീസാവുന്നത്. എന്നിട്ട് പോലും തിയേറ്ററുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ ഈ വർഷം ഈ തുടക്കം വിനീതിൻ്റെ കൂടിയാണ്. എനിക്ക് സന്തോഷമുള്ളൊരു സമയമാണ്. കാരണം നമ്മൾ സംവിധാനം ചെയ്ത ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങുകയും അതേസമയം നമ്മൾ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു ടീമിൻ്റെ കൂടെ അഭിനയിക്കുകയും ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ആ സെറ്റും ഭയങ്കര എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്നൊരു ഗ്രൂപ്പാണ്. അതിൻ്റെ അകത്തുള്ള മൊത്തം ടീം ഭയങ്കര രസമുണ്ട്. ആഷിഖായാലും ആഷിഖ് തന്നെയാണ് അതിൻ്റെ DOP. പിന്നെ ശ്യാമുണ്ട്, ശ്യാം പുഷ്കർ റൈറ്റിംഗ് സൈഡിലുണ്ട്, ദിലീഷ് പോത്തൻ, കുട്ടേട്ടൻ, അങ്ങനെ ഞങ്ങളുടെ മൊത്തം ടീം ഷൂട്ടിങ്ങിൽ ഗ്യാപ്പിലൊക്കെയും ഭയങ്കര രസകരമായിട്ടുള്ളൊരു സെറ്റാണ്. അപ്പോൾ അവിടെ എനിക്ക് ആദ്യ സമയങ്ങളിലൊന്നും അത് പ്രോപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. കാരണം ഇവിടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ഭയങ്കര ബിസി ആയിട്ട് നടക്കുകയായിരുന്നു. അപ്പോൾ പകൽ ഷൂട്ട് ചെയ്യും, അത് കഴിഞ്ഞിട്ട് രാത്രി അവിടെ നിന്ന് ഇങ്ങോട്ട് മുണ്ടക്കയത്തുനിന്ന് ഒരു 3.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. തിരിച്ചിവിടെ വന്ന് ഒരു ദിവസം വർക്ക് ചെയ്ത് പിന്നെ വീണ്ടും തിരിച്ച് അങ്ങോട്ട് പോയി, അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഫൈനലി റിലീസിൻ്റെ അന്ന് അവിടെ അവർക്ക് ആ ഡേറ്റ് അവർക്ക് മാറ്റാൻ പറ്റുന്നില്ലായിരുന്നു, ഒരു മേജർ വർക്കായിരുന്നു. അങ്ങനെ റിലീസിൻ്റെ അന്ന് അവിടെ പോകേണ്ടി വന്നു. അപ്പോൾ ദിലീഷ് എന്നെ കണ്ടിട്ട് ഞെട്ടി. ദിലീഷ് ചോദിച്ചേ ഇന്നല്ലേ റിലീസ്? ഞാൻ പറഞ്ഞു അതെ ഇന്ന്. അതിനിപ്പോൾ എന്താ? അല്ല ഞാനൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല ആ സമയത്ത് ടെൻഷൻ അടിച്ചിട്ട്. ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ ടെൻഷനും ഇതില്ല. എനിക്കെപ്പോഴും എൻ്റെ ഒരു സ്കൂൾ യൂത്ത് ഹോസ്റ്റലിൽ ഉണ്ടാകുന്ന സമയം തൊട്ടിട്ടുള്ള എനിക്കൊരിക്കലും അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആവാറില്ല. അതേസമയം അതിൻ്റെ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് എത്തുന്നത് വരെയും ഞാൻ വേറൊരു തലത്തിൽ നിന്നിട്ടാണ് അതിനെ നോക്കാറുള്ളത്. കാരണം നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ ലാസ്റ്റ് മിനിറ്റ് എന്തെങ്കിലും. കാരണം അത് വൺസ് റിലീസായി കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാനില്ല. പിന്നെ അത് പ്രേക്ഷകർ തീരുമാനിച്ച് പ്രേക്ഷകർ കണ്ട് പറയേണ്ട കാര്യമാണ്. പക്ഷേ ക്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴും ഞാൻ കാണും. അവിടുന്ന് എന്തെങ്കിലും നമുക്ക് അതിനകത്ത് ഇനി ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ, സമയമുണ്ടെങ്കിൽ അതിനകത്ത് എനിക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്യണം. അതുവരെയുള്ളൂ എനിക്ക് ടെൻഷൻ. ക്യൂബിൽ അത് കാണുമ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് വരാൻ തോന്നിയോ? ചേഞ്ചസ് ഡെഫിനറ്റ്ലി. നമുക്ക് എന്താണെന്നറിയോ, നമുക്ക് ഒരു സിനിമ കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് നമ്മൾ കാണുന്ന സമയത്ത് നമുക്കതിൻ്റെ പല ഇതിലും നമുക്ക് തോന്നും. അതിൻ്റെ സ്ക്രീൻ പ്ലേ സൈഡിൽ നമുക്ക് തോന്നും, അതിൻ്റെ മേക്കിംഗ് സൈഡിൽ തോന്നും, പെർഫോമൻസ് സൈഡിൽ തോന്നും. ഇതൊക്കെ പബ്ലിക്കിന് അത് അത്ര ഇതായിട്ട് ഫീൽ ചെയ്യില്ല. ആസ് എ മേക്കർ നമുക്കത് കറക്ഷൻസ് നമ്മൾ ഡിമാൻഡ് ചെയ്യും. അവസാന സമയത്ത് എന്തെങ്കിലും കറക്ഷൻ ചെയ്തിട്ട് വന്നോ? ഇല്ല, ക്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം ചെയ്തിട്ടില്ല. പക്ഷേ അതിൻ്റെ മിക്സിംഗ് സ്റ്റേജിലും ഒക്കെ നമ്മൾ ലാസ്റ്റ് മിനിറ്റൊക്കെ വിളിച്ചിട്ട് ഡയലോഗൊക്കെ ഡബ് ചെയ്ത് ഇവിടെ മിക്സ് ചെയ്യുന്ന സമയത്ത് അപ്പുറത്ത് ദിലീപേട്ടനെ കൊണ്ട് ഡബ് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ പടം വിനീതിൻ്റെ രണ്ടാമത്തെ ഡയറക്ടോറിയൽ മൂവിയായിട്ട് വരേണ്ട ഒരു സിനിമയായിരുന്നു അല്ലേ? അപ്പം വളരെ മുമ്പേ കഥ കേട്ടതാണ്. ആ കഥ ആദ്യം കേൾക്കുമ്പോൾ ഉണ്ടായിരുന്ന രൂപം അല്ലാതെ തിരക്കഥയിലേക്ക് വന്നപ്പോഴൊന്നും വിനീത് തന്നെയാണ് പറഞ്ഞത്. ശരിക്കും ആദ്യ രൂപം എന്തായിരുന്നു ശരിക്കും അതിൻ്റെ രൂപം? ഞാൻ എന്താണെന്നറിയോ, നമ്മൾ ഒരു കഥ കേൾക്കുമ്പോൾ നമ്മളൊരു നെറേറ്റീവ് ഉണ്ടാക്കും. അതിന് ഇങ്ങനെ ആയിരിക്കണം ഇത് നെറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഡിയർ ഫ്രണ്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു നെറേറ്റീവ് ഇതാണ് ഇതിൻ്റെ ഒരു ശൈലി. അപ്പോൾ ഈ ചില നെറേറ്റീവ്സ് നമുക്ക് ഈ പറയുന്ന പോപ്പുലർ സിനിമകളുടെ ഇതിലേക്ക് വരില്ല. എന്നാൽ ആ സിനിമ എന്നുള്ള രീതിയിൽ അത് ശ്രദ്ധിക്കപ്പെടുകയും അല്ലെങ്കിൽ അതിൻ്റെ ആ രീതിയിൽ കാണുന്ന പ്രേക്ഷകർക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ളൊരു നെറേറ്റീവാണ് ഡിയർ ഫ്രണ്ടിന് എടുത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിൻ്റെ പ്രൊഡ്യൂസർ സൈഡിലുള്ള ഷൈജുവിൻ്റെ അടുത്തും, ഷൈജു ഖാലിദാണ് അതിൻ്റെ DOP, അപ്പോൾ സമീറും. അപ്പോൾ ഞങ്ങളുടെ ഡിസ്കഷനിൽ ഞാൻ പറഞ്ഞിരുന്നു ഇത് ഒരു തിയേറ്ററിക്കൽ ഭയങ്കരമായിട്ട് ക്രൗഡ് പുള്ളറായിട്ടുള്ളൊരു സിനിമ ആയിരിക്കില്ല, നമുക്ക് ഇതേ കഥ വേണമെങ്കിൽ അങ്ങനെ ട്രീറ്റ് ചെയ്യാം. അപ്പോൾ അത് ഷൈജു എനിക്ക് തന്നൊരു കോൺഫിഡൻസ് ആണ്. എന്തിനാണോ നമുക്ക് ഈ സിനിമ മാർക്കറ്റ് ചെയ്യാൻ പറ്റും.
നമുക്ക് എങ്ങനെയാണ് ഇത് ബിസിനസ് ചെയ്യേണ്ടതെന്നുള്ള ആ രീതിയിൽ അത് ബിസിനസ് ചെയ്യാനും പറ്റും. ഇപ്പം എങ്ങനെയാണോ കൺസീവ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ചെയ്യാം എന്നുള്ളത് അത് ഭയങ്കരമായിട്ട് നമുക്ക് തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം ഒരുപക്ഷെ ഒരു അവസരമേ കിട്ടുള്ളൂ അങ്ങനെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ ആ സിനിമയുടെ നെറേറ്റീവിൽ എത്രമാത്രം അതിനകത്ത് ലെയേഴ്സ് കൊണ്ടുവരാം, അതിന് സബ് ടെക്സ്റ്റുകൾ ഉണ്ടാക്കാം, അതിൽ ഭയങ്കരമായിട്ട് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സിനിമ ഇത് ഞാൻ ഡിയർ ഫ്രണ്ടിന് മുമ്പ് കമ്മിറ്റ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ആദ്യം രാജേഷ് ഈ കഥ പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങളുടെ ഡിസ്കഷൻസ് പല സ്റ്റേജുകളിലൂടെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനുണ്ടാക്കിയ ഒരു നെറേറ്റീവ് ഉണ്ട്. ഇങ്ങനെ പറയാം ഈ കഥ. അതൊരിക്കലും അതൊരു പോപ്പുലർ സിനിമയുടെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു മാസ് സിനിമയുടെ അല്ലെങ്കിൽ ക്രൗഡ് പുള്ളർ സിനിമയുടെ ഒരു ഫോർമാറ്റിലല്ല ഞാനത് ആദ്യം കൺസീവ് ചെയ്തത്. അപ്പോൾ അങ്ങനെ കൺസീവ് ചെയ്ത് ഞാൻ ദിലീപ് എന്ന നടനെ ഒരു റീഇൻവെൻഷൻ നടത്താം, വേറൊരു രീതിയിൽ അദ്ദേഹത്തെ പ്രസൻറ്റ് ചെയ്യാം. അങ്ങനെയാണ് ഞാൻ ദിലീപിൻ്റെ അടുത്ത് ഈ കഥ പറയുന്നത്. അപ്പോൾ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു 4 മണിക്കൂർ എടുത്തിട്ടാണ് ഈ കഥ ഞാൻ നെറേറ്റ് ചെയ്യുന്നത്. കാരണം ഇൻ ബിറ്റ്വീൻ അദ്ദേഹം ഷൂട്ടിന് പോവും, തിരിച്ചു വരും. അങ്ങനെ കഥ കേട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എനിക്ക് ഈ കഥ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പക്ഷേ വിനീത് ഇപ്പോൾ കണ്ടതുപോലെ അല്ല എനിക്കത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു നടൻ എന്നുള്ളതിനപ്പുറത്ത് എനിക്കൊരു ഫാൻ ബേസ് ഉണ്ട്. അപ്പോൾ അവരെയും കൂടെ എനിക്ക് ഇതിനകത്ത് ക്യാറ്റർ ചെയ്യണം. അപ്പോൾ ആ രീതിയിൽ അതിനൊന്ന് ആലോചിച്ച് നോക്ക് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇതിനകത്തിൽ 1-2 സീനുകൾ ഇങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായേനെ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യം, ഞാൻ ഇവിടെ വരുന്നത് വരെ, അതായത് ദിലീപേട്ടനെ മീറ്റ് ചെയ്യാൻ വരുന്നത് വരെ എൻ്റെ മനസ്സിൽ ഈ സിനിമയുടെ നെറേറ്റീവ് വേറൊരു രീതിയിലാണ്. ഇപ്പോൾ ദിലീപേട്ടൻ പറയുന്നത് വേറൊരു സിനിമയാണ്. അപ്പോൾ അത് എനിക്ക് കുറച്ച് സമയമാണ്, ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നീടുള്ള ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും ദിലീപേട്ടനെ കാണുന്നത്. അപ്പോൾ ഈ 2 ആഴ്ചക്കിടയിലാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്കിഷ്ടം ആ നെറേറ്റീവിൽ പറയാനാണ്, ഞാൻ ആലോചിച്ചിട്ട് നെറേറ്റീവിൽ പറയാനാണ്. കാരണം അതെനിക്ക് ഭയങ്കര കംഫർട്ടായിട്ടുള്ളൊരു നെറേറ്റീവാണ്. ഇപ്പോൾ ഡിയർ ഫ്രണ്ട് ചെയ്യുമ്പോഴും ഒക്കെ അത്തരത്തിലുള്ളൊരു നെറേറ്റീവ് രീതി എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ്. അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചത് എന്തുകൊണ്ട് എനിക്ക് ആ സ്പേസിലേക്ക് ആലോചിക്കാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ അതൊരു ചാലഞ്ചായിട്ട് എടുത്തിട്ടാണ് ഞാൻ ഇതിന് വേറൊരു കുറച്ചുകൂടെ ലൗഡർ ഫോമിൽ പറയാം, അതേ കഥ തന്നെ നമുക്ക് കുറച്ചുകൂടെ ലൗഡറായിട്ട് പറയാം എന്ന് ഞാൻ രാജേഷിൻ്റെ അടുത്ത് പറയുകയും പിന്നെ നമ്മളത് റീവർക്ക് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് അതിനൊരു വിൻറ്റേജ് സ്വഭാവം കൊണ്ടുവന്നു. നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് ബ്രേക്ക് ചെയ്തിട്ട് വേറൊരു സോണിൽ വർക്ക് ചെയ്യാൻ തീരുമാനിക്കുക. അപ്പോൾ അതൊരു ചാലഞ്ചായിട്ട് എടുത്തിട്ടാണ് ഞാൻ ഇന്നത്തെ ഭവി കെയർടേക്കറിലേക്ക് എത്തിയത്. ദിലീപിനോട് കഥ പറയുന്നത് ഇത്ര എളുപ്പമുള്ളതല്ല. പറയുന്നത് അദ്ദേഹത്തിന് റീച്ച് ചെയ്യാനുള്ള വിഷയം കൊണ്ടൊന്നുമല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പോലെ ഫാൻ ബേസ് അക്കാര്യത്തിലുള്ള കാര്യങ്ങൾ കൺസീവ് ചെയ്യുന്ന രീതികളിലൊക്കെ ചില മാറ്റങ്ങൾ ഒക്കെ വരുത്താം. പക്ഷേ ഇത് ഇപ്പം ഈ പവി ടേക്കർ വിജയം കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം ശരിയായിരുന്നു എന്നൊരു തോന്നലുണ്ട്. അപ്പോൾ പവി കെയർടേക്കർ പല സീൻസും ഇപ്പം ഞാൻ അദ്ദേഹത്തോട് നിർബന്ധപൂർവ്വം ചെയ്യിപ്പിച്ച ചില സീനുകളുണ്ട്. എനിക്കിതിങ്ങനെ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 8-9 ടേക്കൊക്കെ പോയിട്ടുള്ള ചില സീനുകളുണ്ട്. ചില സീനുകൾ ഞാൻ ഒരു സിംഗിൾ ടേക്കിൽ പോയിട്ടുണ്ട്, ഒരു ഒറ്റ ടേക്കിൽ ഒരു സിംഗിൾ ഷോട്ടായിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺവെൻഷണൽ രീതിയിലുള്ള ഒരു മേക്കിംഗ് അല്ല ദിലീപേട്ടൻ ഇതിനു മുമ്പ്, അല്ലെങ്കിൽ ദിലീപേട്ടൻ സ്ഥിരം സിനിമകളിൽ ചെയ്യുന്ന പോലുള്ള ഒരു മേക്കിംഗ് പാറ്റേൺ അല്ല. അദ്ദേഹം വർക്ക് ചെയ്ത മേക്കേഴ്സിൻ്റെ അടുത്ത് ഈ പറയുന്ന പോലെ ഒരു സീൻ എടുത്ത് അതിനകത്ത് മിഡ് ഷോട്ട്, ഈ വൈഡ് അങ്ങനെ മാർക്ക് ചെയ്തിട്ടല്ല ഞാൻ ഷൂട്ട് ചെയ്യാറുള്ളത്. എന്നെപ്പോലെ മേക്ക് ചെയ്യുന്ന വേറെ മേക്കേഴ്സ് ഉണ്ട്, പക്ഷേ എനിക്കിഷ്ടം. വളരെ ഓർഗാനിക്കായിട്ട് ഷൂട്ട് ചെയ്യുക, അവിടുന്ന് ഇവോൾവ് ചെയ്ത് വരുന്നതാണ് എനിക്കിഷ്ടം സീന്. അപ്പോൾ നമ്മളൊരു ആക്ടറിനെ അവിടെ ഒരു സീനിലേക്ക് വരുത്തുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് ഇൻസ്ട്രക്ട് ചെയ്യുന്നത് ആ ക്യാരക്ടറിനെ ഫീഡ് ചെയ്തിട്ടാണ്. എങ്ങനെ ആ ക്യാരക്ടർ എങ്ങനെ പവിത്രൻ എങ്ങനെ ബിഹേവ് ചെയ്യും അത് ഞാൻ കണ്ടതിന് ശേഷമാണ് ഞാൻ ഷോട്ട് പോലും ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരിക്കലും റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല, ആക്ടറിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഇവിടെ ഇരിക്കണം, ഈ ഡയലോഗ് പറയുമ്പോൾ ഇവിടെ ഇരിക്കണം, അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തുമ്പോൾ ഇവിടെ ലൈറ്റ് ചെയ്തിട്ട് അപ്പോൾ ഈ ലൈറ്റിലേക്ക് വരണം, അങ്ങനെയില്ല. അപ്പോൾ അത് ഭയങ്കര രസമായിരുന്നു. ആദ്യം അത് ദിലീപേട്ടന് അത് കംഫർട്ടബിൾ ആയിരുന്നില്ല അങ്ങനെ ഒരു പാറ്റേൺ. പിന്നെ അദ്ദേഹം അത് കംഫർട്ടബിളായി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ടെറസിൻ്റെ മുകളിലൊരു സീനുണ്ട്, ജോണി ചേട്ടനും ദിലീപേട്ടനും കൂടെയുള്ള സീൻ. അപ്പോൾ അതൊരു മാജിക്കൽ അവറിലാണ് ഷൂട്ട് ചെയ്യുന്നത്. നമുക്ക് വളരെ കുറച്ച് സമയം, ഒരു 20 മിനിറ്റ്സ് ഷൂട്ട് ചെയ്യാൻ ആ ലൈറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയെല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്ത് റിഹേഴ്സൽ ചെയ്ത് ഷൂട്ട് ചെയ്യാമെന്നായിരുന്നു പ്ലാൻ. അപ്പോൾ അത് ഡയലോഗ്സ് ഒക്കെ ഓൾറെഡി അത് കൃത്യമായിട്ട് എഴുതിയ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ദിലീപേട്ടന് കൊടുത്തു. ദിലീപേട്ടൻ പറഞ്ഞു നമുക്കിത് റിഹേഴ്സൽ ചെയ്യേണ്ട, പിന്നെ നമുക്ക് ഡയറക്റ്റ് ടേക്കിൽ പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും പറഞ്ഞു അങ്ങനെ പോവാം, കാരണം എനിക്കും അങ്ങനെ ഇഷ്ടമാണ്. കാരണം ഇത്ര ഇമോഷണൽ സീനൊക്കെ ഒരുപക്ഷെ ചിലപ്പോൾ ഫസ്റ്റ് ടേക്ക് ആയിരിക്കും ഏറ്റവും രസകരമായിട്ട് കിട്ടുക. അപ്പോൾ അതേപോലെ തന്നെ ആ ഒരു ടൈം അത്രയേ ഉള്ളൂ, 20 മിനിറ്റ്സാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ കിട്ടുക. റീടേക്ക് വന്നാൽ പാടാ, പിറ്റേന്ന് ഷൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് കറക്റ്റായിട്ട് ഫസ്റ്റ് ടേക്കിൽ അത് സിംഗിൾ ഷോട്ടായിട്ടാണ് ഞാനത് ട്രീറ്റ് ചെയ്തത്. അത് ഗംഭീരമായിട്ട് ചെയ്തു. കാരണം ഞങ്ങളെല്ലാവരും അത് കഴിഞ്ഞപ്പോൾ ക്ലാപ്പ് ചെയ്തു. അത് തിയേറ്ററിലും അത് ഭയങ്കരമായിട്ട് വർക്കായി. അപ്പോൾ അങ്ങനെയുണ്ട്, ചിലത് ഒരുപാട് ടേക്ക് പോയിട്ടുണ്ട്,
ചിലത് ഞങ്ങൾ തമ്മിൽ തർക്കിച്ചിട്ടുണ്ട്. ഞാൻ പറയും ചേട്ടാ ഇത് തിയേറ്ററിൽ വർക്കാവില്ല, ഇത് വേണ്ട. അപ്പോൾ എൻ്റെ അടുത്ത് പറയും വിനീത് ഇത് എടുത്തു വെക്ക്, നമുക്ക് നോക്കാം, ഇത് വർക്കാവില്ല എന്നുള്ളത് പിന്നീട് തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചില സാധനങ്ങൾ ഷൂട്ട് ചെയ്തു. ചിലത് മരപ്പട്ടിയൊക്കെ അങ്ങനെ അല്ല മരപ്പട്ടി ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ മരപ്പട്ടി സ്ക്രിപ്റ്റിൽ ശരിക്കും പറഞ്ഞാൽ മരപ്പട്ടിയായിട്ടുള്ള ഒരു സീന്ന് മാത്രമേ രാജേഷ് എഴുതിയുള്ളൂ ആദ്യം. പിന്നീട് അത് ഈ പറഞ്ഞ അതിനകത്ത് കുറച്ച് ഡയലോഗ്സ് ഒക്കെ ആഡ് ചെയ്തു. പക്ഷെ അതിനകത്തുള്ള പ്ലേ സെറ്റ് ചെയ്തത് ദിലീപേട്ടനാണ്. അതിനകത്തുള്ള പ്ലേ സെറ്റ് ചെയ്യുമ്പോൾ ഞാനും കൂടെ ഇരുന്നിട്ട്, കാരണം എനിക്ക് ആനിമേഷൻ ഫിലിംസ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഒരുപാട് ആനിമേഷൻ ഫിലിംസ് കാണും, കുട്ടികളുടെ കൂടെ ഇരുന്നിട്ട് കാണുന്ന ഒരാളാണ്, എൻ്റെ മക്കളുടെ കൂടെ കാണും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പറയുന്ന ഡിസ്നി പിക്സാർ കോമ്പിനേഷനിൽ വരുന്ന ആനിമേഷൻസ് തിയേറ്ററിൽ തന്നെ ഞാൻ കാണും. അപ്പോൾ ഇതുള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്തരം ചില സീക്വൻസുകൾ ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ ഇത് ദിലീപേട്ടനായിട്ട് ഡിസ്കസ് ചെയ്ത് ഞാൻ പറയുന്നതിന് അദ്ദേഹം വേറൊരു രീതിയിൽ വളർത്തും, അദ്ദേഹം പറയുന്നതിന് ഞാൻ വേറൊരു രീതിയിൽ വളർത്തും, ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഇത് ആക്ച്വലി ഞങ്ങളുടെ ക്രൂവിൽ തന്നെ ഒരുപാട് പേർക്ക് ഇത് വേണ്ട, ഈ സീൻ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തർക്കമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ സീൻ ഇഷ്ടമായിരുന്നു. അതിൻ്റെ ബേസിക് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ വീട്ടിൽ നടന്നതാണ്, എൻ്റെ ഫ്ലാറ്റിൽ ഉണ്ടായതാണ്. ഒരു ദിവസം ഇതേപോലെ ഇങ്ങനെ ഒരു മരപ്പട്ടി മോളിൽ നിന്ന് ബഹളം കേട്ടു, കിച്ചൻ്റെ സൈഡിലുള്ള വർക്ക് ഏരിയയിലാണ്. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു അവിടെ സൗണ്ട് ഉണ്ട്. അപ്പോൾ എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനെ എന്തെങ്കിലും ഒരു സൗണ്ട് ഇവിടെ ഫ്ലാറ്റിൽ, അത് 10th ഫ്ലോറിൽ. അങ്ങനെ ഞാൻ ഇതേപോലെ ആ സ്ലാബ് ചെറുതായിട്ട് നീക്കിയിട്ട് മൊബൈൽ വെച്ച് ഷൂട്ട് ചെയ്ത്, എന്നിട്ട് ഞാൻ താഴെ നോക്കിയപ്പോൾ ഇത് കാണുന്നത്. ഞാൻ ഞെട്ടിയൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ ഒരു സാധനത്തിന് ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. അപ്പോൾ ഇത് ഞാൻ രാജേഷിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഈ കെയർടേക്കർ പവിത്രൻ ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, എന്തിലും കയറി ഇടപെടും. അതിനകത്ത് തന്നെ മറ്റേ ലീനയുടെ ക്യാരക്ടർ പറയുന്നുണ്ട്, പവിത്ര മുകളിൽ കയറാൻ പോകുമ്പോൾ ഇനിയിപ്പോൾ മുകളിൽ ചെന്ന് അതിന് ഉപദേശിച്ച് അതവസാനം നാണം കെട്ട് ഇറങ്ങിപ്പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സീൻ നമ്മൾ വെച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ഏകദേശം ഒരു 2-3 രാത്രികളായിട്ടാണ് അത് ഷൂട്ട് ചെയ്തത്. രാത്രികളാണ് അത് ഷൂട്ട് പോയത്, അത്രയും ലേറ്റായി. അതിനകത്ത് ഇതിൽ ഇപ്പോൾ പടത്തിൽ കാണുന്നതിൻ്റെ ഒരു 30% കൂടെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു. കാരണം ഇത്തരം സീൻ കിട്ടിയാൽ കുട്ടികൾക്ക് മറ്റേ ടോയ്സ് കിട്ടിയ പോലെയാണ് ദിലീപേട്ടൻ, അതിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എഡിറ്റിംഗ് ടേബിളിൽ എത്തിയപ്പോഴും ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള പല ആളുകളും പറഞ്ഞു ഇത് വർക്കാവില്ല, ഇത് വേണ്ട. കാരണം ഇതിൽ മരപ്പെട്ടി ഇല്ലല്ലോ, ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഇല്ല, സിവറ്റില്ല. അപ്പോൾ ഇത് CGയിൽ ഞാൻ ഷൂട്ടിന് ഒരു 3 months ബിഫോർ എഗ്വൈറ്റാണ് ഇത് ചെയ്തത്. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ സംസാരിച്ചിരുന്നു, എനിക്കിങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, ഇത് വേണം. അപ്പോൾ അവരുടെ അടുത്ത് അതിൻ്റെ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഞാൻ വേണ്ടത്, അതിൻ്റെ ഡീറ്റെയിലിംഗ് മുഴുവൻ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് ഈ എഡിറ്റിങ്ങിലൊന്നും ഇതില്ല, മ്യൂസിക് ചെയ്യുമ്പോഴും ഈ ക്യാരക്ടർ ഇല്ല, ദിലീപേട്ടൻ്റെ സിംഗിൾ പ്ലേ മാത്രമേ ഉള്ളൂ. ഇത് വർക്കാവില്ല എന്ന് പറഞ്ഞ് ഫൈനലി മിക്സിങ് സ്റ്റേജിലാണ് നമ്മുടെ ഈ ആള് വരുന്നത്. മരപ്പെട്ടിയുടെ ക്യാരക്ടർ അതിനകത്ത് വന്നപ്പോൾ പിന്നെ എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് വർക്കായി. അത് തിയേറ്ററിൽ കുട്ടികൾ കിടന്നങ്ങ് ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ അത് ദിലീപേട്ടനാണ് അന്ന് ഏറ്റവും കൂടുതൽ വാശി പിടിച്ചത്. കാരണം ഒരു ഘട്ടം എത്തിയപ്പോൾ എനിക്കും ഈ പറയുന്ന പ്രൊഡക്ഷൻ സൈഡിൽ നിന്നുള്ള ആലോചനകളൊക്കെ വന്നപ്പോൾ എനിക്ക് ഇത് മാക്സിമം കുറക്കാം എന്നുള്ള ആലോചന വരികയും അങ്ങനെയാണ് അതിനകത്ത് ഒരു 30% കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെയും കുറച്ചുകൂടെ ഒന്ന് ചുരുക്കാം എന്നൊക്കെ പ്ലാൻ ഇട്ടപ്പോൾ ദിലീപേട്ടൻ പറഞ്ഞു ഇത് നിങ്ങൾക്ക് ആർക്കും വേണ്ടി ഞാൻ ചെയ്യുന്നതല്ല, ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾ വിട് എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവരോടും പുള്ളി വാശി പിടിച്ചു. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, വേറെ ഒരു രീതിയിൽ നിങ്ങൾ ഇതാക്കേണ്ട, അത് കുട്ടികൾ എൻജോയ് ചെയ്യും. അത് കറക്റ്റായിരുന്നു. അത് ഞാൻ തിയേറ്ററിൽ ഈ പറയുന്ന രീതിയിൽ ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും വേറെ ആളുകളൊക്കെ വിളിച്ചിട്ട് എന്നോട് പറയുന്നതാണ്, ഇപ്പുറത്തുനിന്ന് ഒരാൾ ഇത് തലതല്ലിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താണെന്നറിയോ, ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞൊരു അഭിപ്രായം എന്ന് പറയുന്നത് ഇത് ദിലീപേട്ടൻ്റെ സ്ഥിരം പരിപാടിയല്ലേ. ഈ സ്ഥിരം പരിപാടി നമുക്കാണ്, നമ്മളിത് നമ്മുടെ ജനറേഷൻ അദ്ദേഹത്തിൻ്റെ ആ പടങ്ങളൊക്കെ തിയേറ്ററിൽ നിന്ന് കണ്ട് പിന്നെ TV യിലൊക്കെ കണ്ടാണ്. ഈ പുതിയ കുട്ടികളുണ്ടല്ലോ, ഈ 7-10 വയസ്സിനിടയിലുള്ള കുട്ടികൾ, അവർക്കൊരു 6-7 വർഷമായിട്ട് ദിലീപേട്ടൻ ഇങ്ങനെ ഒരു സിനിമ കണ്ടിട്ടില്ല. കുറേ വർഷം കോവിഡായിട്ട് പോയി, പിന്നെ തിയേറ്ററിൽ ഇങ്ങനത്തെ സിനിമകൾ വന്നിട്ടില്ലല്ലോ അദ്ദേഹത്തിന്. അപ്പോൾ അവർക്കത് ഭയങ്കര ഫ്രഷായിട്ടാണ് അവർ കാണുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. അത് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ഈ പവിത്രനായിട്ട് അല്ലെങ്കിൽ പവിയായിട്ട് ഭഗത്തിന്റെ ഒരു ആലോചന എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നു? ഫഹദിന്റെ ആലോചന ഒരിക്കലും ഉണ്ടായില്ല, ഇല്ല. ഞാൻ പറഞ്ഞൊരു കാര്യം അത് വേറൊരു രീതിയിൽ തെറ്റിദ്ധരിച്ചതാണ്. അതായത് ഞാൻ പറഞ്ഞത് ഇതാണ്, ഞാനിൽ കഴിഞ്ഞതിന് ശേഷം ഞാനും ഫഹദുമായിട്ട് തന്നെ അടുത്തൊരു സിനിമ ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പല തിരക്കഥകളും ആലോചിക്കുകയും പുതിയ റൈറ്റേഴ്സുമായിട്ട് കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ രണ്ടുപേരെയും ഒരുപോലെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഞങ്ങൾക്ക് കോമൺ ആയിട്ടൊരു സബ്ജക്റ്റിലേക്ക് ലാൻഡ് ചെയ്തില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് രാജേഷ് ഈ കഥയുമായിട്ട് എൻ്റെ അടുത്ത് വരുന്നത്. ആദ്യം രാജേഷ് വേറൊരു കഥയാണ് പറഞ്ഞത്, അതെനിക്ക് വർക്കായില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കഥ പറയുന്നു. ഇങ്ങനെ ഒരു കഥ പറഞ്ഞപ്പോൾ ഇതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള നടൻ എന്നുള്ള രീതിയിൽ ദിലീപേട്ടനാണ് എന്ന് ആദ്യം തന്നെ തീരുമാനിച്ചാണ്. അത് നമ്മൾ അടുത്ത പടം ദിലീപേട്ടന് വെച്ച് ചെയ്യണമെന്നല്ല, ഈ കഥയ്ക്ക് ഏറ്റവും ആപ്റ്റ് പവിത്രൻ ദിലീപാണ് എന്നുള്ള രീതിയിലാണ് രാജേഷ് പറഞ്ഞത്. പക്ഷേ ഈ എപ്പോഴെങ്കിലും രാജേഷ് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പവിത്രൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നോ, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ ഇതിന്റെ പിറവി എങ്ങനെയായിരുന്നു കുറിച്ച് എന്തെങ്കിലും? അത് രാജേഷ് പറഞ്ഞിരുന്നു. രാജേഷ് ഒരു ലുലു മോളിൻ്റെ സൈഡിലുള്ളൊരു
തട്ടുകടയിൽ ഒരു രാത്രി നിൽക്കുന്ന സമയത്ത് ഒരാൾ കയ്യിൽ ബിസ്ക്കറ്റും ഒരു കാപ്പിയും കയ്യിലൊരു പിടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് അമ്മയുടെ ഒരു കോൾ വരികയും അമ്മയോട് ഞാൻ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കള്ളം പറയുകയും ചെയ്യുന്നത് രാജേഷ് കാണുകയും അയാളുടെ പെയിനിൽ നിന്നാണ്. കാരണം അയാൾക്ക് അതേ സാഹചര്യമുള്ളൂ, പക്ഷേ വീട്ടിൽ അയാൾ ബോധിപ്പിക്കുന്നത് ഞാൻ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. അപ്പം അങ്ങനെ ഒരു പെയിനിൽ നിന്നാണ് ഈ കഥ തുടങ്ങിയതെന്ന് പറയും. പക്ഷേ രാജേഷ് അതിനകത്തുള്ള ഹ്യൂമർ പലതും രാജേഷിൻ്റെ സ്ക്രിപ്റ്റ് തന്നെ ഉണ്ടായിരുന്നു, പല രസകരമായിട്ട്. അതിനെ വേറൊരു എന്താ പറയുക, അത് കുറച്ചുകൂടെ ലൗഡർ ആക്കിയത് ദിലീപേട്ടനാണ്. ആദ്യത്തെ ഡയറക്ടോറിയൽ മൂവി അയാളും ഞാനും എന്ന് പറയുന്നത്, അയാൾ ഞാനല്ല സോറി. അപ്പോൾ അത് രഞ്ജിത്തിൻ്റെ കഥയാണ്. അപ്പോൾ രഞ്ജിത്തിനെ പോലെ പരിണിതപ്രജ്ഞനായ ഒരാൾ വിശ്വസിച്ചിട്ട് അതിന് തിരക്കഥ എഴുതിപ്പിക്കാനായിട്ട് തിരക്കഥ ഏൽപ്പിക്കുകയാണ് വിനീതിനെ കൊണ്ട്. എന്തുകൊണ്ടാണ് ഇതിനകത്ത് ആ ഒരു ധൈര്യം ഏറ്റെടുക്കാത്ത തിരക്കഥാകൃത്ത നിലയിൽ? എന്തുകൊണ്ടാണ് പവിക്ക് വേണ്ടി എഴുതായിരുന്നു? അല്ല, അത് കൃത്യമായിട്ട് ചെയ്യുന്ന അയാൾ ഞാനില്ല കഴിഞ്ഞപ്പോൾ അയാൾ ഞാനില്ല ശരിക്കും ഞാൻ രഞ്ജിയേട്ടൻ്റെ അടുത്ത് ഞാനാണ് ആദ്യം കഥ അങ്ങോട്ടാണ് പറയുന്നത്, വേറെ കഥകളാണ് ഞാൻ പറഞ്ഞത്. കാരണം ഞാൻ ചെയ്തൊരു പരസ്യം കണ്ടിട്ടാണ് രഞ്ജിയേട്ടൻ പറയുന്നത് അവനെ കൊണ്ട് സിനിമ ചെയ്യിപ്പിക്കുക എന്ന് രഘുചേട്ടൻ്റെ അടുത്ത് പറയുന്നത്, രഞ്ജിയേട്ടൻ്റെ ബ്രദർ. അങ്ങനെയാണ് രഘുചേട്ടൻ എനിക്ക് അഡ്വാൻസ് ആയിട്ട് വരുന്നതും ഞാൻ ആ സിനിമ കമ്മിറ്റ് ചെയ്തിട്ടും ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ രഘുചേട്ടൻ്റെ അടുത്ത് പറയുന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്കൊരു ഫ്രീഡം തന്നിരുന്നു, എപ്പോഴാണോ റെഡിയാവുന്നത് അപ്പോൾ ചെയ്താൽ മതി. അപ്പോൾ ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് എന്നെ വിളിച്ച് ചോദിക്കും എന്തെങ്കിലും പരിപാടി മനസ്സിലുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയാം അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഏകദേശം ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ രഘുചേട്ടൻ്റെ അടുത്ത് പറയുന്നത് എനിക്കൊരു പരിപാടിയുണ്ട്, നമുക്കൊന്ന് സംസാരിക്കും. അങ്ങനെ രഞ്ജിയേട്ടനായിട്ട് ഒരു മീറ്റിംഗ് വെക്കുന്നു. ആ മീറ്റിങ്ങിൽ ഞാൻ 3 ഐഡിയ പറയുക ചെയ്തു രഞ്ജിയേട്ടൻ്റെ അടുത്ത്. രഞ്ജിയേട്ടൻ ഇങ്ങനെ ഉള്ള കഥകളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓരോന്നും ഒരു അരമണിക്കൂർ എടുത്തിട്ട് അതിൻ്റെ ഒരു സിനോപ്സിസ് പോലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ ഐഡിയ രഞ്ജിയേട്ടൻ പറഞ്ഞു, നീ പറയുന്ന എല്ലാത്തിലും നല്ല സിനിമയുണ്ട്, ഈ പറയുന്ന ലാസ്റ്റ് പറഞ്ഞ ഐഡിയ കുറച്ചുകൂടെ ഡെവലപ്ഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു, അത് കുറച്ചുകൂടെ നിനക്ക് സ്പീഡായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് കഥ എഴുതി തുടങ്ങുന്നത്. അങ്ങനെയാണ് ഞാൻ എഴുതി തുടങ്ങുന്നത്. അങ്ങനെ എഴുതി തുടങ്ങി ഒരു ഘട്ടം എത്തിയപ്പോഴാണ് ഞാൻ രഞ്ജിയേട്ടൻ്റെ അടുത്ത് ആ കഥ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് ഭയങ്കര വർക്കായി. അപ്പോൾ ആരെ വെച്ച് ചെയ്യാന്നുള്ളൊരു പ്ലാൻ ഉണ്ടായി. അങ്ങനെയൊക്കെ ഒരു സ്റ്റേജ് വീണ്ടും ഞാൻ അതിൻ്റെ അടുത്ത റൈറ്റിംഗ് സ്റ്റേജിൽ എത്തിയപ്പോഴാണ് എനിക്ക് അതിൻ്റെ ക്ലൈമാക്സ് ആ സമയത്ത് ഇറങ്ങിയ ഒരു സിനിമയുടെ ക്ലൈമാക്സുമായിട്ട് എവിടെയോ ഒരു സാമ്യം ഉള്ളതുപോലെ എനിക്കൊരു തോന്നൽ വന്നു. അത് പിന്നീട് എനിക്കത് അങ്ങനെ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിരുന്നു. പക്ഷേ അത് എൻ്റെ റൈറ്റർ എന്നുള്ള രീതിയിൽ എനിക്കുണ്ടായ ഒരു സംശയത്തിൻ്റെ പുറത്ത് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇത് മാറ്റാം, ഞാൻ വേറൊരു ഐഡിയ പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വേറൊരു കഥ രഞ്ജിയേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ രഞ്ജിയേട്ടൻ അത് ഭയങ്കര രസമുള്ള ഒരു ഐഡിയ ആണ്, നീ അത് പിടിക്കുക, അതിൻ്റെ അതിൽ ക്ലൈമാക്സിൽ ഇങ്ങനെ ഒരു സാധനം മാറ്റാം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സജഷൻസ് പറയുന്നു. ഞാൻ ആ കഥ വർക്ക് ചെയ്ത് തുടങ്ങുന്നു. പിന്നെയാണ് എനിക്ക് തന്നെ മനസ്സിലാവാതിരുന്ന ഒരു കാര്യം രഞ്ജിയേട്ടൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, നീ കഥ മാറ്റുന്നത് ആദ്യത്തെ കഥ മാറ്റിയത് ക്ലൈമാക്സിൻ്റെ പ്രശ്നം കൊണ്ടല്ല, ഈ കഥ മാറ്റുന്നതും നീ ഈ കഥ വർക്കാവാത്തതുകൊണ്ടല്ല, നിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വർക്ക് ചെയ്യുമ്പോൾ നിനക്ക് ആ കഥ ബോറടിക്കുന്നുണ്ട്. ഇത് ഒരു ഞാൻ മുമ്പും വേറെയും പലരിലും ഇത് ഐഡൻറ്റിഫൈ ചെയ്താണ്. ഇനി ഞാനൊരു കഥ പറയാം, നീ അത് ചെയ്യ്, കാരണം ഇല്ലെങ്കിൽ നീ സിനിമ ചെയ്യില്ല, കാരണം നിനക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ശരിയാണ്, അത് ഒരു കഥ ആലോചിച്ച് കുറേ നാൾ ഞാൻ അതിന് മുകളിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സിനിമയുടെ ഒരു കംപ്ലീഷൻ നടന്നു കഴിഞ്ഞാൽ എനിക്ക് ആ സിനിമ പൂർത്തിയായ പോലെയാണ് എൻ്റെ മനസ്സിൽ. പിന്നെ എനിക്ക് അതിനകത്ത് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവാറില്ല കഥയായിട്ട് ആലോചിക്കുമ്പോൾ. അപ്പോൾ ഞാൻ അടുത്ത കഥ ആലോചിക്കാൻ തുടങ്ങും. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഒരു പ്രാക്ടീസാണ്, വേറൊരു കഥ ആലോചിക്കാൻ. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് ഞാൻ പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾ എല്ലാവരും അത് എക്സൈറ്റഡ് ആയിട്ട് തിരിച്ച് പറയും. അപ്പോൾ ഞാനിങ്ങനെ പല കഥകളും മാറ്റിയപ്പോഴാണ് രഞ്ജിയേട്ടൻ പറഞ്ഞത്, ഞാൻ പറയുന്ന കഥ നീ കേട്ടു നോക്ക് എന്ന് പറഞ്ഞിട്ടാണ് രഞ്ജിയേട്ടൻ ഈ ഞാനിലൂടെ കഥ പറയുന്നത്. അപ്പോൾ ആ കഥ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് അതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറും അതിൻ്റെ പരിപാടികളും അതിൻ്റെ ജോഗ്രഫിയൊക്കെ വർക്കായി. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ എനിക്ക് ചെറിയ കൺഫ്യൂഷൻസ് വന്നു. അപ്പോൾ ഞാൻ രഞ്ജിയേട്ടൻ അതിനകത്ത് കുറച്ച് ക്ലാരിറ്റി വരാനുണ്ട്, ഇതാണ് നിൻ്റെ കുഴപ്പം, ഇനി നീ ക്ലാരിറ്റി പറഞ്ഞിട്ട് നീ ഇത് ലേറ്റ് ആക്കും, അപ്പോൾ അതൊന്നും വേണ്ട, നീ എഴുതി തുടങ്ങിക്കുക, നമുക്ക് ഈ പരിപാടി തുടങ്ങാം എന്ന് പറയുകയും ഫഹദുമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ഫഹദ് അതിന് മുമ്പ് തന്നെ ഞാനും ഫഹദും ഞാൻ ചെയ്ത അഡ്വർടൈസ്മെൻറ്റ് ആദ്യം കാണിക്കുന്നത് ഫഹദിൻ്റെ ആയിരുന്നു. കാരണം ഫഹദ് അന്ന് എറണാകുളത്തേക്ക് ബ്ലൂം എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലേവേർഡ് മിൽക്കിൻ്റെയാണ്. അത് ആക്ച്വലി ആ പ്രോഡക്റ്റ് പിന്നീട് മാർക്കറ്റിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് നമ്മുടെ ഒരു സുഹൃത്തുക്കളാണ് ഞാൻ ഈ പരസ്യം ചെയ്യാനുള്ള എൻ്റെ താല്പര്യത്തിൻ്റെ പുറത്ത് എനിക്ക് ഇങ്ങനെ ഒരു ഒരു പ്രൊജക്റ്റുമായിട്ട് എൻ്റെ അടുത്ത് വരുന്നതും. തിരുസാറാണ് അന്ന് DOP ആയിട്ടുണ്ടായിരുന്നത്. എനിക്ക് എൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബിഹൈൻഡ് ദ ക്യാമറ പ്രോസസ്സ് അറിയുക, അതിനെ കുറച്ചുകൂടെ എന്താ പറയുക അടുത്തറിയണം എന്നുള്ളൊരു ഐഡിയലാണ് ഞാൻ ശരിക്കും അഡ്വർടൈസ്മെൻറ്റ് ഫിലിംസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അത് ആദ്യത്തെ പരസ്യം ഞാൻ ചെയ്യുമ്പോൾ തന്നെ എനിക്കിത് ഏറ്റവും നല്ല ടെക്നീഷ്യൻ്റെ കൂടെ വർക്ക് ചെയ്യണം, ഏറ്റവും നല്ല എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യണം, നല്ല സ്റ്റുഡിയോസിൽ വർക്ക് ചെയ്യണം. അങ്ങനെയുള്ള പ്ലാനിലാണ് ഞാൻ തിരുസാറിന്, എനിക്ക് അതിനു മുമ്പ് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ നമ്പർ എടുക്കുന്നു, ഞാൻ ഇതേപോലെ സാർ ഇങ്ങനെ ഞാൻ വിനീതാണ്, ഞാൻ ഇങ്ങനെ ഒരു ആക്ടറാണ്, പക്ഷേ ഞാനൊരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ പോകുന്നു, എനിക്കൊന്ന് മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെന്നൈ ചെല്ലുന്നത്. അപ്പോൾ ചെന്നൈയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുന്നു, ഞാൻ ഐഡിയ പറയുന്നു. ഐഡിയ പറഞ്ഞ ശേഷം അദ്ദേഹം കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഇത് അദ്ദേഹത്തിന് വർക്കായിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ മറ്റു വിശേഷങ്ങളൊക്കെ ചോദിച്ചു തുടങ്ങി. അദ്ദേഹത്തിൻ്റെ പ്രിയൻ സാറിൻ്റെ പടങ്ങളൊക്കെ ഹിന്ദിയിൽ ചെയ്യുന്ന
ആ വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, വിനീത് എന്ത് ക്യാമറ നിങ്ങൾ യൂസ് பண்ண പ്ലാൻ இருக்குன்னு. അപ്പോൾ ഞാൻ പറഞ്ഞു ARRI3 ഇല്ല, നമുക്ക് 435 ഷൂട്ട് பண்ணலாம். പിന്നെ അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്ന മുഴുവൻ ഇതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ച്. അപ്പോൾ എനിക്ക് അങ്ങോട്ടൊരു എക്സൈറ്റ്മെൻറ്റ് വന്നു, കാരണം അദ്ദേഹം ഇന്നായി, നമുക്ക് ചെയ്യാം. പിന്നെ അത് ഷൂട്ടിംഗ് പ്രോസസ്സും ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു. അപ്പോൾ അവിടുന്ന് തൊട്ടിട്ടാണ് എനിക്ക് ഈ പറയുന്ന മേക്കിംഗ് എന്ന് പറയുന്നതിന് കൂടുതൽ അറിയാനുള്ള ഒരു പോസിബിലിറ്റി പരസ്യം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഞാൻ പിന്നെ പരസ്യങ്ങൾ ചെയ്തു തുടങ്ങിയത്. അപ്പോൾ അത് ഞാൻ ഈ പറയുന്ന തിരുസാറ് ഷൂട്ട് ചെയ്ത പരസ്യം ഞാൻ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെന്നൈയിൽ നിന്ന് ചെയ്തിട്ട് ഞാൻ എറണാകുളത്ത് വന്നപ്പോൾ, അന്ന് ഫഹദ് എറണാകുളത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്ലാറ്റിലേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഷാനു ഞാനിങ്ങനെ ഷൂട്ട് ചെയ്ത് ആഡ് ഫൈനലായിട്ടുണ്ട്, എന്നാൽ ഇട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് DVD ആയിരുന്നു, DVD പ്ലേ ചെയ്തിട്ട് ഞാൻ ഒരു കട്ടൻ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് പോയപ്പോൾ ആഡ് തീർന്നു. 1 മിനിറ്റുള്ള ആഡായിരുന്നു. നേരെ ഫഹദ് അകത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറയുന്നത്, നീ ഒരു സിനിമ ചെയ്യും, ഞാൻ അതിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ഓർഗനൈസ് ചെയ്യാം. ഞാൻ പറഞ്ഞു, ഷാനു ഞാനിത് തുടങ്ങിയതേ ഉള്ളൂ, എനിക്ക് ഈ പരസ്യം നീ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, എനിക്ക് കുറച്ച് സമയം വേണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എപ്പോഴായാലും നീ ഒന്ന് പ്ലാൻ ചെയ്യണം, നമുക്കിരിക്കാം എന്നൊക്കെ പറഞ്ഞു ഷാനു. അന്ന് ഷാനു ആക്ച്വലി ചാപ്പാക്കുരിശി ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഞാൻ പറഞ്ഞില്ലേ 2 വർഷം 3 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് അയാൾ ഞാനല്ല സംഭവിക്കുന്നത്. ഒരു സംവിധായകനെ കണ്ടെത്തുന്ന ശരിക്കും ഫഹദ് ഫാസിലാണ് അല്ലേ? അല്ല, അതിന് രഞ്ജേട്ടനും ഉണ്ട് ഒരു കാരണമുണ്ട്. പരസ്യങ്ങൾ കണ്ടിട്ട് ആദ്യം പറഞ്ഞത് ഫഹദാണ്. അതിന് മുമ്പ് ഫഹദിനെ പരിചയമുണ്ടോ? ഫഹദ് ഞാനും ആക്ച്വലി അനിയത്തി പ്രാവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഫാസിൽ സാർ. അപ്പോൾ അദ്ദേഹം ഞാൻ കണ്ണൂരായിരുന്നു. അപ്പോൾ കണ്ണൂരിൽ നിന്ന് ഞാൻ ആലപ്പുഴയിലേക്ക് വരുന്നു, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കാണുന്നു. അപ്പോൾ അദ്ദേഹം നമ്മുടെ ആ പടത്തിൻ്റെ എഡിറ്റർ ചന്ദ്രശേഖർ സാറുമായിട്ടുള്ള ഡിസ്കഷനിലായിരുന്നു പാച്ചിക്ക. അപ്പോൾ പാച്ചിക്ക അകത്ത് ചെന്നിട്ട് ഷാനുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, വിനീതിനെ ബോറടിപ്പിക്കരുത്, ചെല്ലുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു. അന്ന് ഷാനു എനിക്ക് തോന്നുന്നു സ്കൂൾ +2 അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം, ആ ഒരു ഏജ് ആയിരിക്കണം. ഞാനും അധികം പ്രായമില്ല. അപ്പോൾ അത് വർക്കാവാതെ പോയത് എൻ്റെ ഏജ് അന്ന് ഭയങ്കര ചെറുതായിരുന്നു. ഞാൻ അനിയത്തിപ്രാവിന് പറ്റിയൊരു പ്രായത്തിലായിരുന്നില്ല. അപ്പോൾ പാച്ചിക്ക അതിനെക്കുറിച്ചൊക്കെ പറയുന്നു, കഥയൊക്കെ പറയുന്നു. പക്ഷെ അന്ന് ഞങ്ങൾ പരിചയപ്പെട്ടപ്പോൾ ഉള്ളൊരു സൗഹൃദത്തിൽ നിന്നാണ് പിന്നീട് ഞങ്ങൾ കാണുന്നത്. പിന്നീട് ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് ഷാനു വരും, ഞാനിവിടുന്ന് അല്ലെങ്കിൽ ആലപ്പുഴയിലേക്ക് പോകും. അങ്ങനെ ഞങ്ങൾ എപ്പോഴും മീറ്റ് ചെയ്യുന്ന ഒരു സുഹൃത്തുക്കളാണ്. ഞങ്ങൾക്ക് കോമൺ ആയിട്ട് സിനിമയുണ്ട് അപ്പോൾ സംസാരിക്കാൻ. അപ്പോൾ ഞാൻ കണ്ട സിനിമകളെ കുറിച്ചിട്ട് ഞങ്ങൾ DVDs കൈമാറും, അങ്ങനെ ഒരുപാട് കഥകൾ പറയും. അപ്പോൾ എപ്പോഴും ഞാൻ വിചാരിച്ചിരുന്നത് ഷാനു ഒരു ഉഗ്രൻ മേക്കറായിട്ട് വരും എന്നായിരുന്നു, കാരണം അത്ര ബ്രില്യൻ്റ് ആയിട്ട് അവൻ കഥകൾ പറയുമായിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഭഗതുമായിട്ടുള്ളൊരു പടം പ്രതീക്ഷിക്കണം. നമ്മുടെ ആലോചനകളുണ്ട്, നമുക്ക് രണ്ടുപേർക്കും അങ്ങനെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടൊരു കഥ വരുമ്പോൾ ശരി.